Hey hello, welcome back to another video. നമ്മൾ എറണാകുളത്ത് നിന്നാണ് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ആദ്യം തന്നെ മാമലക്കണ്ട പോകുന്നുണ്ട്, പിന്നെ അവിടെ നിന്ന് അടിമാലി, മൂന്നാർ, കാന്തല്ലൂർ, വട്ടവട ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിത് പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ മാമലക്കണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ വെള്ളം നല്ല രീതിയിൽ കുറവാണ്, പക്ഷേ അത്യാവശ്യം ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ ആ ഒരു സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മളിത് നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോവാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിലും നമുക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ വേണ്ടി പറ്റിയില്ലേ. പപ്പയും മമ്മിയും അതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അങ്ങനെ നമ്മൾ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിച്ചത് ഒരു ഷാപ്പിൽ നിന്നാണ്. അങ്ങനെ നല്ല സൂപ്പർ ഫുഡൊക്കെ കഴിച്ച് നമ്മളിത് റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഈ റിസോർട്ടിലെത്തിയിട്ട് നമ്മൾ ഇവിടെ ഇന്ന് സ്റ്റേ ചെയ്ത് നാളെയാണ് നമ്മൾ മൂന്നാറും കാന്തല്ലൂരൊക്കെ പോണത്. നമ്മുടെ നല്ല നല്ല മൊമെൻറ്റ്സ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതിങ്ങനെ കാണുന്ന സമയത്ത് ഒരു പ്രത്യേക ഫീലിങ്സ് ആണല്ലേ. ഞാൻ സത്യം പറയുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങണേക്കാളും മുമ്പ് തന്നെ ഇങ്ങനെ വീഡിയോസൊക്കെ എന്നും ക്യാപ്ചർ ചെയ്ത് വെക്കുമായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പപ്പേൻ്റെ അടുത്ത് പറയുകയാണ്, പപ്പ എന്തെങ്കിലും ഇങ്ങനെ പറയും. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മൊബൈൽ ഫോൺ പിടിച്ചിട്ട് എന്ത് പറയണമെന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പം ഞാൻ പപ്പേൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, പപ്പ നമ്മളിങ്ങനെ നോർമലി സംസാരിക്കുന്ന പോലെ ഒന്ന് സംസാരിച്ച് നോക്ക്, ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല. അങ്ങനത്തെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി പൂളിൽ ഇറങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ കുറേ ഗെയിംസും കാര്യങ്ങളുണ്ട്. പണ്ട് തൊട്ടേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളിച്ച് ഞാൻ തോക്കുന്നതുകൊണ്ട് തന്നെ ഞാനധികം കളിക്കാൻ വേണ്ടിയിട്ടൊന്നും നിന്നില്ല. ഞാൻ അവിടെ നടന്ന് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. എന്തോ ഗെയിംസിൽ കളിച്ച് ജയിക്കാനുള്ളൊരു കഴിവ് മാത്രം തീവ് എനിക്ക് തന്നില്ല, ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. നമ്മുടെ വില്ലയാണ് ഇത്. നമ്മുടെ വീടല്ലല്ലോ, വില്ലേൻ്റെ അടിയിൽ തന്നെയാണ് പൂളുള്ളത്. നമ്മൾ പൂൾ വില്ല ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതേ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പോവുകയാണെ. പപ്പേൻ്റെയും മമ്മീൻ്റെയും 25th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ആ ഒരു ടൈമിൽ എനിക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് അവൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീയും കൂടി വന്നിട്ട് നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഈ 25th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. പപ്പയ്ക്കും മമ്മയ്ക്കും നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവരോട് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഓൾറെഡി ഇവിടെ റിസപ്ഷനിലുള്ള അവരുടെ അടുത്ത് നമ്മൾ കോർഡിനേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ നിൽക്കുന്ന റിസോർട്ട് ഒരു കുന്നിൻ്റെ മേളിലാണ്. അതുകൊണ്ട് തന്നെ ഫുഡ് ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് പിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കേക്കൊക്കെ ആ ഒരു ടൈമിൽ നമ്മൾ ഈ റിസോർട്ടിൽ എത്തിക്കുന്നത് കേട്ടോ. പപ്പയ്ക്കും മമ്മയ്ക്കും നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ വെയിറ്റിംഗ് ആണ്, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അവരെ നമ്മൾ അവിടെ ഇരുത്തിയിട്ട് നമ്മൾ കേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകണം. നൈറ്റായി ഒരു സിനിമയൊക്കെ കണ്ട് കിടന്നുറങ്ങാൻ ഫുഡൊക്കെ കഴിച്ചിട്ടെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കേക്ക് കണ്ടപ്പോൾ പപ്പയും മമ്മിയും ശരിക്കും സർപ്രൈസായി. കാരണം ഇത്രയും ഒരു മേളിലോട്ട് ഞങ്ങൾ പുറത്തോട്ട് പോയിട്ടില്ല. അപ്പോൾ കേക്കൊന്നും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായില്ല കേട്ടോ. അങ്ങനെ അവർ ഭയങ്കര സർപ്രൈസായി. അങ്ങനെ നമ്മളിതേ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. കാരണം നാളെ നമുക്കിങ്ങനെ നേരത്തെ എണീറ്റ് നമ്മളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളല്ലേ. പിന്നെ നമ്മൾ ഫുഡൊക്കെ നമ്മൾ അവിടെ പുറത്ത് ഓൾറെഡി ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ കിടന്നുറങ്ങി നമ്മൾ പിറ്റേ ദിവസം എണീച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഒരു കുന്നിൻ്റെ മേളിലാണ് നിൽക്കണേന്ന്. ഈ ഒരു കുന്നിൻ്റെ മേളിൽ വണ്ടി ഓടിക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല കഷ്ടപ്പാടുണ്ട്. ഇവന് വണ്ടി ഓടിക്കാൻ നല്ല ഇതുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഏറ്റവും മേളിൽ വരെ വണ്ടി ഓടിച്ച് വന്നത് കേട്ടോ. കാരണം ഓടിക്കുന്ന സമയത്ത് താഴത്തെ ആ പോർഷനൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് മൂന്നാർക്ക് പോവാണേ. അടുത്ത ചോളത്തിൻ്റെ സ്ഥലത്ത് എനിക്ക് നിർത്തണമെന്ന് ഞാൻ അവനോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിതേ ഈ വേവിച്ച ചോളം പിന്നെ ഇങ്ങനെ ചുട്ടെടുക്കില്ലേ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ മേടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് മാട്ടുപ്പെട്ടി ഡാം, അതിനുശേഷം വട്ടവടയിൽ പോയിട്ട് സ്ട്രോബെറി പറിക്കാൻ വേണ്ടി പോകും. സ്ട്രോബെറി കിട്ടോ എനിക്ക് പറിച്ചെടുക്കണം സ്ട്രോബെറി. ഇല്ല, ഇതുവരെ സ്ട്രോബെറി പറിച്ചെടുത്തിട്ടില്ല. സ്ട്രോബെറി പിന്നെ ബ്ലാക്ക്ബെറി, ബ്ലൂബെറി, ആപ്പിൾ ഇതൊക്കെയാണ് നമ്മൾ പറിക്കാൻ വേണ്ടി പോണത്. കിട്ടുമോ നോക്കാം. നമ്മൾ ഉച്ച
ഉച്ചയായപ്പോഴാണ് വട്ടവട എത്തിയത്. പക്ഷെ ആ ഉച്ചക്ക് കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ വണ്ടിക്കല്ല കേട്ടോ വട്ടവട കുന്ന് കയറാൻ വേണ്ടി പോകുന്നത്. നമ്മൾ അവിടെ ചെന്നിട്ട് താഴത്തുനിന്ന് ട്രക്കിങ് എടുത്തു. നമ്മൾ 4 പേരും കൂടി ഒരു ജീപ്പിന് 2500 റുപ്പീസാണ് ആയത്. അവർ ഓരോ സ്പോട്ടിൽ നമ്മളെ കൊണ്ടുപോയിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫാമിലൊക്കെ കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ട്രക്കിങ് എടുത്ത് എനിക്ക് തോന്നുന്നു നമ്മളുടെ വണ്ടിയിൽ പോണേക്കാളും ഇവർ കുറച്ചും കൂടി നമ്മളിതിൽ ഭയങ്കര സ്പീഡിലാണ് ഈ ചേട്ടൻ വണ്ടി ഓടിക്കുന്നത്. കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആയതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ അവിടെ നിന്ന് പൂക്കളൊക്കെ പറിച്ചെടുത്ത് ഈ ഒരു വർഷം വരെ ഈ പൂ വാടാതിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അറിയത്തില്ല. നമ്മളിത് നെക്സ്റ്റ് സ്ട്രോബെറി തോട്ടത്തിൽ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ സ്ട്രോബെറി തോട്ടത്തിൽ വരുന്നത്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു സ്ട്രോബെറി പറിക്കണമെന്ന്. അങ്ങനെ ഫൈനലി ഞാൻ സ്ട്രോബെറീസ് ഒക്കെ പറിച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മളൊരു വാട്ടർഫോൾസ് ഒക്കെ കാണാൻ വേണ്ടി പോയേ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോട്ട്. ഐ ലവ് വട്ടവട. ഇതൊരു ഹണി മ്യൂസിയമാണ്. ഇവിടെ നിന്ന് ഞാൻ ഒരു 5, 6, 8, 10, 12 കുറേ വെറൈറ്റീസ് ഓഫ് ഹണീസ് ടേസ്റ്റ് ചെയ്തു കേട്ടോ. അവിടെ നമുക്കിങ്ങനെ ഒരു ഹണീസിൻ്റെ 3 ടൈപ്സ് ഉണ്ട്. അങ്ങനെ കുറേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തു തരും. പിന്നെ അതിൻ്റെ എന്താണ്ടൊക്കെ പറഞ്ഞൊക്കെ തരും. അതിനുശേഷം ഹണീസിൻ്റെ കുറേ സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഹണി അച്ചാറൊക്കെ മേടിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ന്യൂഡിൽസ് കഴിക്കാണ്ട് എങ്ങനെയാണ് ഇത്ര നല്ല കോടയൊക്കെ ഉണ്ടായിട്ട് അവിടെ ഒരു ചൂട് ന്യൂഡിൽസ് അയച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അങ്ങനെ നമ്മളൊരു അങ്കിളിൻ്റെ കടയിൽ കയറിയിട്ടത് ന്യൂഡിൽസും പിന്നെ അവിടെ നിന്ന് കുറച്ച് കടികളൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതേ നമ്മൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിറങ്ങി. ഇത് പോണ വഴിക്ക് നമ്മൾ കുറച്ച് കുരങ്ങന്മാരെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയതാ. അതൊക്കെ നമ്മുടെ പുറകെ ഓടിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേഗം എടുത്ത് ഇപ്പോൾ നമ്മൾ മൂന്നാർ ടൗൺ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു നൈറ്റൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തണം എന്നാണ് പ്ലാൻ. ഈ ഒരു ട്രിപ്പിൻ്റെ ഉദ്ദേശം പപ്പനെയും മമ്മിനെയും ഒന്ന് ഹാപ്പി ആക്കണം. പിന്നെ നമ്മൾ 4 പേരും കൂടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. അതെന്തായാലും നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല കുറേ സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയ സമയത്ത് അത്യാവശ്യം നല്ല ക്ലൈമറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലായിടത്തും കറങ്ങി. പിന്നെ നമ്മൾ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ടാണ് ഈ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. Catch you next time for more videos. Thank you for watching.